ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകർ, വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നു കർക്കിടകം, ചിങ്ങം, കന്നി ഈ 3 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ. നാം ചർച്ച ചെയ്യുന്നത് 1199 മിഥുനമാസം 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള, അതായത് 2024 ജൂൺ 29-ാം തീയതി മുതൽ ജൂലൈ 5 വരെയുള്ള 7 ദിനങ്ങളാണ്. ജൂലൈ 5-ാം തീയതി അമാവാസിയാണ്, വെള്ളിയാഴ്ച അമാവാസി ദിനമാകുന്നു. അതിനാൽ മിഥുനമാസത്തിൽ പിതൃകർമ്മം ചെയ്യേണ്ട വ്യക്തികൾക്കൊക്കെ വളരെ അനുകൂലമായ ദിവസമാകുന്നു ജൂലൈ 5-ാം തീയതി. നമുക്ക് വാരഫലത്തിലേക്ക് വരാം. ആദ്യമായി കർക്കിടകം രാശി. കർക്കിടകൻ രാശി എന്നാൽ പുണർദം നക്ഷത്രത്തിന്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രമടങ്ങുന്ന 2.25 നക്ഷത്രങ്ങളുടെ കൂട്ടമാകുന്നു. ഇന്ന് കർക്കിടക രാശിക്കാർക്ക് 3-ാം ഭാവത്തിൽ കേതു, അഷ്ടമത്തിൽ ശനി, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ, രാഹുവോടുകൂടി 10-ൽ ചൊവ്വ, 11-ൽ വ്യാഴം, 12-ൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, മാന്തി, ഇങ്ങനെയാണ് ഗ്രഹനില. ഇവിടെ രാശ്യധിപനായ ചന്ദ്രൻ പ്രായണ ബലവാനായി 9-ാം ഭാവത്തിൽ ഒരു യോഗകർത്താവായി നിൽക്കുന്നു. ചന്ദ്രൻ 9-ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ്. സൗഭാഗ്യാത്മജ മിത്രബന്ധു ധനഭാഗ് ധർമ്മസ്ഥിതേ ശീതകൗ. സൗഭാഗ്യങ്ങൾ, സന്താന ശ്രേയസ്, സുഹൃത്തുക്കളെ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ, ഇതൊക്കെ തന്നെ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ പ്രദാനം ചെയ്യുന്നു. ആദ്യകാലത്ത് തനിക്ക് ദുഷ്കരമായ കാര്യങ്ങളൊക്കെ മധ്യകാലം മുതൽ ഗുണമാവുമെന്നാണ് ഇതിൻ്റെ ഫലം. ഭവതീവ ഭാഗ്യാദിയോ യൗവനാദേഹേ, യൗവനം മുതൽ സൗഭാഗ്യമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വാരഫലം പറയുമ്പോൾ ഈ വാരത്തിൻ്റെ തുടക്ക ദിവസങ്ങൾ കഴിഞ്ഞു വരുന്ന ദിവസങ്ങൾ ചന്ദ്രൻ ഇവർക്ക് നല്ല നന്മകൾ പ്രദാനം ചെയ്യുന്നതാണ്. ചന്ദ്രൻ ഇവിടെ ഒരു യോഗകാരകനാണ്. ചന്ദ്രൻ്റെ 2-ലും 12-ലും ഗ്രഹങ്ങളുണ്ട്. അതിന് ധുരുധുര എന്ന യോഗത്തെ പറയുന്നു. ചന്ദ്രന് ഇരുപുറവും ഗ്രഹങ്ങളില്ലെങ്കിൽ അത് ദാരിദ്ര്യ യോഗമാണ്, അത് കേമദ്രുമ യോഗമാണ്. ഉൽപ്പന്ന ഭോഗ സുഖഭാഗ് ധനവാഹനാഢ്യ എന്നാണ് ധുരുധുരയുടെ പ്രത്യേക ഫലം പറഞ്ഞിട്ടുള്ളത്. ഉൽപ്പന്ന ഭോഗ, ഉൽപ്പന്നങ്ങളെ കൊണ്ടും ഭൗതിക സുഖങ്ങളെ കൊണ്ടും സുഖത്തെ ഭജിക്കുന്നു. നല്ല ഭൃത്യന്മാരുണ്ടാകുന്നു. നൃപപൂജിത, തന്നെ രാജാവ് പൂജിക്കുന്നു. അങ്ങനെ കർക്കിടക രാശിക്കാർക്ക് വളരെയധികം അനുകൂലമായ വാരം ഈ ലഗ്നാധിപനായ കർക്കിടക രാശിയുടെ അധിപനായ ചന്ദ്രൻ 9-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് പ്രദാനം ചെയ്യപ്പെടുന്നു. അവിടെയും ഈ ധനപരമായ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. ധനാധിപനായ സൂര്യൻ 12 നിൽക്കുന്നു. തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി രാത്രിയും പകലുമില്ലാതെ അധ്വാനിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു. അവിടെ ബുധനും ശുക്രനുമുണ്ട്. രേഖാപരമായ വിഷയങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കുക. സഹോദരങ്ങളുമായുള്ള ഭൂമിപരമായ ചർച്ചയിൽ തൻ്റെ ഭാഗത്ത് നിന്നും തനിക്ക് ചില ചതിവുകൾ അല്ലെങ്കിൽ പറ്റിക്കപ്പെടൽ ഉണ്ടാകുന്നു എന്ന വികാരം ഭാവിയിൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് വ്യവഹാരത്തിൽ ഇടപെടലുകൾ ശ്രദ്ധാപൂർവം നയിക്കുക. അസമയത്തുള്ള യാത്രയിൽ തനിക്ക് ഉപദ്രവമുണ്ടാവും, കള്ളനെ കൊണ്ട് അല്ലെങ്കിൽ തനിക്ക് പറ്റാത്ത വ്യക്തികളെ കൊണ്ട്. കർമ്മമേഖലയിൽ വിശേഷിച്ച് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ സംഭവിക്കാനില്ല. രുചക മഹായോഗം ചെയ്ത് ചൊവ്വ വളരെ ശക്തനായിട്ട് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു. കർമ്മമേഖലയിൽ തനിക്ക് അംഗീകാരം ലഭിക്കും, ഒരു സംശയവുമില്ല. 11-ാം ഭാവത്തിലെ വ്യാഴം സന്താന വിഷയത്തിന് ഏറ്റവും അനുകൂലമായ വാരമാണ്. അതേ രീതിയിൽ മുതിർന്നവർക്ക് തങ്ങളുടെ മക്കളുണ്ടാകുന്ന നല്ല സന്തോഷ വാർത്ത ശ്രവിക്കുന്ന വാരമാകുന്നു. ദാമ്പത്യ വിഷയത്തിൽ ചെറിയ ചെറിയ അരിഷ്ടതകൾ, അസ്വാരസ്യങ്ങൾ വരാതെ നോക്കുക. അതിനപ്പുറത്ത് തനിക്ക് യാത്രയിലൂടെ ഭാര്യാസുഖം കുറയുന്ന വാരമാകുന്നു ജൂൺ 29 മുതൽ ജൂലൈ 5 വരെ നീണ്ടു നിൽക്കുന്ന ഒരാഴ്ചക്കാലം. ഇവിടെ
കർക്കിടക രാശിക്കാർക്ക് പ്രത്യേകിച്ച് ദൈവജ്ഞ എന്നൊരു ഫലം പറഞ്ഞു. അതുകൊണ്ട് നിർബന്ധമായും കർക്കിടക രാശിക്കാർ പിതൃകർമ്മം അനുഷ്ഠിക്കേണ്ടുന്ന മാസമാകുന്നു. പ്രത്യേകിച്ച് ജൂലൈ 5-ാം തീയതിയാണ് അമാവാസി കറുത്ത വാവ് വരുന്നത്. അനുകൂലമായ ഏറ്റവും നല്ല ദിവസം ജൂലൈ 3-ാം തീയതി ബുധനാഴ്ച, രോഹിണി നക്ഷത്രമാണ്. ജൂലൈ 2-ാം തീയതി ചൊവ്വാഴ്ച കൃഷ്ണപക്ഷ ഏകാദശി തിഥിയാണ്. ഗുരുവായൂർ അമ്പലത്തിലോ മറ്റ് കൃഷ്ണക്ഷേത്രത്തിലോ വെണ്ണ നിവേദ്യമോ തുളസിമാലയോ പാൽപ്പായസമോ വഴിപാടായി സമർപ്പിച്ച് ഈ ആഴ്ച കൃഷ്ണഭക്തിയിലൂടെ ധന്യരാവുക. പിന്നീട് ജൂൺ 29-ാം തീയതിയും 30-ാം തീയതിയും ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണ്. നക്ഷത്രങ്ങൾ പ്രായണ ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവുമാണ്. അനുകൂലമായ ദിനങ്ങളാണ്. പക്ഷേ തിഥി വളരെ അശോഭനമാണ്. അതിനാൽ സാമ്പത്തികമായ ഇടപെടലുകൾക്കൊന്നും ഈ ദിനങ്ങൾ അത്ര നല്ലതല്ല. മറ്റ് യാത്രകളോ മറ്റു കാര്യങ്ങൾക്കോ പ്രായണ അനുകൂലമായ ദിനങ്ങളാകുന്നു. ഒരു അനുകൂലമായ നന്മകൾ നിറഞ്ഞ വാരത്തെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ചിങ്ങൻ രാശി. ചിങ്ങൻ രാശി എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന നക്ഷത്രക്കൂട്ടമാകുന്നു ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിക്കാർക്ക് പ്രായണ ഈ വാരം 2-ാം ഭാവത്തിൽ കേതു, 7-ാം ഭാവത്തിൽ ശനി, അഷ്ടമത്തിൽ ചന്ദ്രൻ രാഹുവോടുകൂടി, 9-ാം ഭാവത്തിൽ ചൊവ്വ, 10-ാം ഭാവത്തിൽ വ്യാഴം, 11-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, മാന്തി. പ്രായണ വളരെ അനുകൂലമായ രാശിഫലമാണ് ചിങ്ങൻ രാശി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രദാനം ചെയ്യുക ഈ വാരത്ത്. എങ്കിലും ആരോഗ്യ സംബന്ധമായ വിഷയത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടുന്ന വാരമാകുന്നു. വൈകല്യവാനായ ശരീരത്തിന് വൈകല്യം തരുന്ന ചന്ദ്രൻ വളരെ ദുർബലമായി അഷ്ടമഭാവത്തിൽ രാഹുവോടുകൂടെ നിൽക്കുന്നു. ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ സീസൺ മാറുമ്പോൾ സ്കൂളിലുള്ള യാത്രയിൽ മഞ്ഞപ്പിത്തം, ജോണ്ടിസം ഇതിൻ്റെയൊക്കെ ഉപദ്രവം വരികയാണ്. മദ്യപന്മാർക്ക് ലിവർ സിറോസിസിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടുന്ന വാരമാണ്. ഫാറ്റി ലിവർ ചെക്ക് ചെയ്യുക ചെറുപ്പക്കാരാണെങ്കിലും. വീട് മെഡിക്കൽ ഷോപ്പ് ആവുന്ന ഒരു വാരമാണ്. അമ്മയ്ക്ക്, മാതൃപക്ഷത്തുള്ളവർക്ക്, അമ്മാവന്മാർക്ക് വളരെയധികം ശാരീരികമായ അരിഷ്ടതകൾ ഈ വാരം വരുന്നതാണ്. വളരെയധികം ശ്രദ്ധിക്കണം. ഭൂമി സംബന്ധമായ വിഷയങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. ഭൂമി ലാഭം ഉണ്ടാകുന്നു. അതേ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ പൂർത്തീകരിക്കാം. ചിങ്ങൻ രാശിക്കാർക്ക് 2025 മെയ് 15-നുള്ളിൽ ആ വ്യാഴം 10-ാം ഭാവത്തിൽ വരുമ്പോൾ പ്രജയിൽ പ്രത്യഹം പ്രസ്ഥ സാമുദ്രമന്നം, ഒരിടങ്ങഴി ഉപ്പിൻ്റെ അരി ദാനമായി കൊടുക്കേണ്ടി വരുമെന്നാണ്. നമുക്ക് വീട് കൂടൽ കർമ്മമൊക്കെ ചിങ്ങൻ രാശിക്കാർക്ക് ചെയ്യുവാനുള്ള അനുകൂലമായ സമയമാണ്. തൻ്റെ കർമ്മസ്ഥലത്ത് രാജാവിൽ നിന്നും അധികാരിയിൽ നിന്നും അധികാരങ്ങൾ അല്ലെങ്കിൽ വിശിഷ്ടമായ മെഡലുകളൊക്കെ ലഭിക്കേണ്ടുന്ന വാരമാണ്. 11-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനും ബുധനും ശുക്രനും വളരെ അനുകൂലമായ ഒരു വാരത്തെ പ്രദാനം ചെയ്യുന്നു ചിങ്ങം രാശിക്കാർക്ക്. അതേ രീതിയിൽ വിവാഹ തീരുമാനങ്ങൾ, ഇവിടെ 7-ാം ഭാവത്തിൽ കണ്ടകശനിയുണ്ട്. ആ കണ്ടകശനി ജൂൺ 30 മുതൽ വക്രിയായിട്ട് വരുന്ന ശനി വളരെയധികം വിവാഹ നന്മകളും യാത്രാ നന്മകളും ചിങ്ങൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്ന വാരമാണ് വരാൻ പോകുന്നത്. ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് അമ്മയോട് വളരെ കൂറുള്ള വിധേയത്വമുള്ള രാശിക്കാരാണ് ചിങ്ങൻ രാശിക്കാർ. അതിനാൽ മാതാവിൻ്റെ ആരോഗ്യം തങ്ങളെയും മാനസികമായും ശാരീരികമായും ബാധിക്കുന്നതാണ്. ഹോസ്പിറ്റലിലുള്ള അമ്മയെ സന്ദർശിക്കുവാൻ വേണ്ടി അവിടെ രാത്രി കാവൽക്കെടുക്കേണ്ടുന്ന ഒരു അവസ്ഥ, അമ്മയെ ശുശ്രൂഷിക്കേണ്ടുന്ന അവസ്ഥ, ഇതെല്ലാം ചിങ്ങൻ രാശിക്കാർക്ക് ഒരു അനുഗ്രഹമായി ഭവിക്കട്ടെ. മാതൃ ദേവോഭവ, മദർ ഈസ് ദ ഫസ്റ്റ് ഗോഡസ് എന്ന പ്രമാണത്തെ മുറുകെ പിടിക്കുന്നു എപ്പോഴും ചിങ്ങം രാശിക്കാർ. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്കും അനുകൂലമായ ദിനങ്ങൾ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ജൂലൈ 5-ാം തീയതി അമാവാസിയാണ്, കർത്തവാവാണ്. അതുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തി ശ്രാദ്ധം, ബലി അല്ലെങ്കിൽ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്ന ഏറ്റവും അനുകൂലമായ ദിനമാകുന്നു ജൂലൈ 5-ാം തീയതി. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ജൂൺ 29-ഉം 30-ഉം ഒരിക്കലും അനുകൂലമായ ദിനങ്ങളല്ല. തങ്ങളുടെ അഷ്ടമരാശി കൂറാകുന്നു. ഒരു കാര്യങ്ങളും ശനിയാഴ്ചയും ഞായറാഴ്ചയും ചിങ്ങൻ രാശിക്കാർ അനുഷ്ഠിക്കേണ്ടതില്ല. പിന്നെ ജൂലൈ 2-ാം തീയതി കറുത്തപക്ഷ ഏകാദശിയാണ്. കൃഷ്ണക്ഷേത്രത്തിൽ ദർശനം നടത്താവുന്നതാണ്. ജൂലൈ 3-ാം തീയതി മാത്രമേ ഈ വാരത്ത് ചിങ്ങൻ രാശിക്കാർക്ക് അനുകൂലമായ ദിനമുള്ളൂ. അന്ന് ബുധനാഴ്ചയാണ്. രോഹിണി നക്ഷത്രമാണ്.
കറുത്തപക്ഷത്തിലെ ദ്വാദശിയാണെങ്കിലും ഒരുവിധം കർമ്മങ്ങളൊക്കെ ബുധനാഴ്ച ചെയ്ത് ദോഷങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ ശ്രമിക്കുക. ദോഷപരിഹാരമായി നിർബന്ധമായും ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം വഴിപാടായി ചെയ്യുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേഹമുട്ട് നാളികേരം കൊണ്ട് ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാർജി ചിങ്ങൻ രാശി പ്രേക്ഷകർക്കും അനുകൂലമായ വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നാം ചിന്തിക്കുന്നത് കന്നിരാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെ പറ്റിയാണ്. ഉത്തര നക്ഷത്രത്തിന്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന രാശിയാകുന്നു കന്നിരാശി. ലാഭസ്ഥനായ ചന്ദ്രൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നത് വിവാഹ തീരുമാനങ്ങൾക്ക് വളരെ അനുകൂലമായ സമയം സംജാതമാകുന്ന വാരമാകുന്നു. ഈശു തീവ്രമതോ മതേ എന്നാണ് 7ലെ ചന്ദ്രന് ഫലം പറഞ്ഞിട്ടുള്ളത്. വിവാഹം തൽക്കാലം വേണ്ട എന്ന് കരുതുന്ന വ്യക്തിക്കൊക്കെ ഈ സമയത്ത് വിവാഹ ചിന്ത തനിക്ക് ഉടലെടുക്കുന്നതാണ്. വിവാഹം കഴിക്കണമെന്നുള്ള ഒരു അദമ്യമായ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു ഈ സമയത്ത്. 9ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വിവാഹ തീരുമാനത്തിനും അനുകൂലമായ സമയമാണ്. യാത്രയ്ക്ക് വളരെ അനുകൂലമാണ്. വിദേശയാത്ര ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് നന്നായി യാത്രാ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതാണ്. അതേ രീതിയിൽ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, ബാങ്ക് ലോണിന് അപേക്ഷിച്ച വ്യക്തികൾക്ക് ഈ ജൂൺ 30 മുതൽ വളരെ ശക്തമായി വരുന്ന ശനി ധാരാളം സൗഭാഗ്യങ്ങൾ ചെയ്യുന്നതാണ്. അശ്രാന്തം പരിശ്രമിക്കുക, അവിടെ വിജയമുണ്ടാകും. കർമ്മമേഖലയിൽ കന്നിരാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. കർമ്മസ്ഥാനത്ത് കർമ്മവതിയായ ബുധൻ ഭദ്രമഹായോഗം ചെയ്ത് അതിശക്തമായി കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു. 2 വീലർ യാത്ര വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന വാരമാണ്. പലപ്പോഴും 8ാം ഭാവത്തിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ഈ പറയുന്ന ശുഭഫലങ്ങളെയെല്ലാം ഒരു പരിധിവരെ പിറകോട്ട് വലിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ചൊവ്വ നിൽക്കുന്നത് ഏറ്റവും അൺഓസ്പിഷ്യസ് ആയ അഷ്ടമഭാവത്തിലാണ്. അതിനാൽ ചൊവ്വാപ്രീതി നന്നായി ചെയ്യുക. ഓം വജദ്ഭുവേ നമഃ എന്ന സുബ്രഹ്മണ്യ പ്രാർത്ഥന വളരെയധികം ചൊവ്വയുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരമാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പഞ്ചാമൃതം അല്ലെങ്കിൽ ത്രിമധുരം അല്ലെങ്കിൽ സുബ്രഹ്മണ്യ പൂജ ചെയ്ത് ഈ ദോഷങ്ങൾക്ക് പരിഹാരം നിവർത്തിക്കുക. രാഹുപ്രീതി ചെയ്യുന്നതും സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി ചെയ്യുന്നതും മാതാവിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം വരുന്ന ഒരു വാരത്തെ പ്രദാനം ചെയ്യുന്നതാണ്. മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും കന്നിരാശിക്കാർക്ക് ഇവിടെ പറയാനില്ല. കന്നിരാശിക്കാർക്കും വളരെ അനുകൂലമായ ശുഭമായ ദിനമാകുന്നു ജൂലൈ 3-ാം തീയതി ബുധനാഴ്ച. എല്ലാ ശുഭകാര്യങ്ങളും അന്ന് ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുക. അന്ന് രോഹിണി നക്ഷത്രമാണ്. പിന്നീട് ജൂൺ 29-ഉം ജൂൺ 30-ഉം കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം പ്രായണം നല്ല ദിനങ്ങളാകുന്നു. സാമ്പത്തികമായ ഇടപെടലുകൾക്ക് അനുകൂലമായ ദിവസങ്ങളല്ല. കാരണം അത് അഷ്ടമി നവമി തിഥികളാകുന്നു കറുത്ത പക്ഷത്തിലെ. ബാക്കി എല്ലാ ശുഭകാര്യങ്ങളും നമുക്ക് ചെയ്യാം. ജൂലൈ 2-ാം തീയതി ചൊവ്വാഴ്ച കറുത്തപക്ഷത്തിലെ ഏകാദശിയാണ്. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം വളരെയധികം മാറ്റങ്ങൾ കന്നിരാശിക്കാർക്ക് നൽകുന്നതാണ്. ജൂലൈ 5-ാം തീയതി കറുത്ത വാവാണ്, അമാവാസിയാണ്. അന്ന് പിതൃകർമ്മങ്ങളൊക്കെ ചെയ്ത് പിതൃക്കളുടെ അനുഗ്രഹം വാങ്ങാൻ ശ്രമിക്കുക. എല്ലാ പ്രിയപ്പെട്ട കന്നിരാശി പ്രേക്ഷകർക്കും ആരോഗ്യപരമായ ഒരു വാരത്തെ ഡോക്ടർ മാരാർജി നേരുന്നു. നന്ദി, നമസ്കാരം.